ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കുന്ന സമയത്തായിരിക്കും കറണ്ട് പോകുന്നത് അല്ലേ. അപ്പോൾ കറണ്ട് പോകുമ്പോൾ നമുക്ക് അയൺ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഡ്രസ്സൊക്കെ എടുക്കുന്ന സമയത്ത് അയൺ ചെയ്യാൻ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അതിനായി വേണ്ടതെന്ന് പറയുന്നത് ഇതുപോലെ ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം അത്യാവശ്യം വൃത്തിയുള്ളൊരു പാത്രം വേണം കേട്ടോ, നമ്മുടെ ഈ ഒരു ഡ്രസ്സ് അയൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ഇപ്പോൾ നന്നായി ഒന്ന് കഴുകിയതാണ്. ഇനി ഇവിടെ ഞാൻ നന്നായി ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായി ഒന്ന് കഴുകി തുടച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ ഉൾഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉൾഭാഗവും നന്നായി തുടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയാണ് കേട്ടോ. കുറച്ച് ഉപ്പ് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ചൂടാവാൻ വേണ്ടി നമുക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരുപാട് ചൂടൊക്കെ വേണമെങ്കിൽ കുറച്ച് അധികം എടുക്കട്ടോ. അതിപ്പോൾ ഞാൻ ഏകദേശം ആ ഒരു ടോപ്പിന് മാത്രമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ അത് ഞാൻ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അടി പിടിക്കാതെ ചൂടാക്കണേ, പ്രത്യേകം ശ്രദ്ധിക്കണം. അടി പിടിക്കാതെ ചൂടാക്കി കൊടുക്കണം. ഉപ്പ് ജസ്റ്റ് ചൂടാക്കിയാൽ തന്നെ നമ്മുടെ ഈ ഒരു പൂഴിമണ്ണിൻ്റെ ഒക്കെ ആ ഒരു എഫക്റ്റാണ് നമുക്ക് കിട്ടുക. അത്യാവശ്യം ഒന്ന് ചൂടാക്കുക, ഒരുപാടൊന്നും ചൂടാവേണ്ട, അത്യാവശ്യം ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. കരിയരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അടുപ്പിലൊന്നും വെക്കരുത് നമ്മുടെ ഗ്യാസ്. ഇനിയിപ്പോൾ ഏകദേശം അത് ഒന്ന് ചൂടായിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്, അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് തന്നെ ഉണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്. ചൂടായിട്ട് നമ്മുടെ ആ ഉപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അതിന് മുൻപ് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇതിലേക്ക് എന്തെങ്കിലും ഒരു വെയിറ്റ് നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും ഒരു വെയിറ്റ്, ഇടിക്കല്ലിൻ്റെ ഒരു ചെറിയ ഇടിക്കല്ലൊക്കെ ആണെങ്കിൽ അത് മതി കേട്ടോ. ഏതെങ്കിലും ഒരു വെയിറ്റ് നമുക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുപ്പിൽ നിന്ന് ഇറക്കിയതിന് ശേഷം കുറച്ചൊന്ന് ചൂട് കുറയണം കേട്ടോ. പെട്ടെന്ന് നിങ്ങൾ ഇതിലേക്ക് വെച്ചുകൂടരുത്. വെക്കുമ്പോൾ നമുക്ക് ആ ഒരു ചൂടുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ക്ലോത്തൊക്കെ പിന്നെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കാം. നമ്മൾ അയൺ ബോക്സ് ഒക്കെ തൊടുന്ന മാതിരി ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുക. ചൂട് ഏകദേശം നോർമലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ നമ്മുടെ ഡ്രസ്സിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇത് ലൈവായി തന്നെ കാണുന്നുണ്ടാവും. ഇത് കണ്ട ഇതിൻ്റെ ആ കറക്റ്റ് ചുളിവൊക്കെ ശരിക്കും പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഉപ്പുപൊടി എന്ന് പറയുന്നത് നല്ലൊരു പൂഴിമണ്ണിൻ്റെ ഒക്കെ ഒരു ഇതാണ് നമുക്ക് തരുന്നത്. അപ്പോൾ കണ്ടോ, നല്ല ചുളിഞ്ഞിട്ടുള്ളത് ആ ഭാഗങ്ങളിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ആ ചൂട് പോയി കിട്ടും. അപ്പോൾ കണ്ടോ, ശരിക്കും നല്ല അയൺ ചെയ്ത ആ ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഷർട്ട് എന്തോ ആകട്ടെ, നമുക്ക് ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു പെർഫെക്ഷൻ തന്നെ നമുക്ക് കിട്ടും.